എല്ലാവർക്കും വൈറ്റ് പീനട്ട് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. സിമ്പിളായി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് സാൻഡ്വിച്ച് റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. എഗ് സാൻഡ്വിച്ചിനായി 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുൻപ് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, സവോള ചെറുതായി കട്ട് ചെയ്തത് 1/4 കപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് മല്ലിയില എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അടുത്തതായി ബ്രെഡ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ബ്രെഡ് ഫ്രീസറിൽ വെച്ച് 1 അവർ തണുപ്പിച്ച ശേഷമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യമായി ഫ്രീസ് ചെയ്ത ബ്രെഡ് ഫ്രെയിം രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത ബ്രെഡിൻ്റെ ഉൾവശം ഒരു ചപ്പാത്തി പലകയിൽ ഇട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം പരത്തി വെച്ചിരിക്കുന്ന ബ്രെഡ് 4-5 സ്ലൈസ് ആക്കി കട്ട് ചെയ്തെടുക്കുക. പിന്നീട് ഒരു മീഡിയം സൈസുള്ള പാനിൽ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസുകൾ ഒരു ഗ്രിൽ ഷേപ്പിൽ നിശ്ചിത അകലത്തിൽ നിരത്തി വയ്ക്കുക. അതിനു മുകളിലായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഫ്രെയിം വെച്ചു കൊടുക്കുക. പിന്നീട് പാൻ ചൂടാക്കുക. പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. പിന്നീട് 2-3 സ്ലൈസ് തക്കാളി കട്ട് ചെയ്തത് അതിന് മുകളിലായി വെച്ചു കൊടുക്കുക. അതിലോട്ട് 1-2 സ്പൂൺ മയണൈസ് കൂടി ചേർത്ത് കൊടുക്കാം. മയണൈസ് റെഡിമെയ്ഡായി വാങ്ങുകയോ വളരെ സിമ്പിളായി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ബ്രെഡിൻ്റെ പുറത്തേക്ക് കവർ ചെയ്ത് കിടക്കുന്ന മുട്ടയുടെ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. അടുത്തതായി രണ്ടാമത്തെ ബ്രെഡ് സ്ലൈസിൽ മയണൈസ് ചേർത്ത് ഒന്നിന് മുകളിലായി വെച്ചു കൊടുക്കുക. അങ്ങനെ ഒരു സൈഡ് വേവിച്ചതിന് ശേഷം ബ്രെഡ് മറിച്ചിടുക. മറിച്ചിട്ട ശേഷം ബ്രെഡ് ഏകദേശം 1 മിനിറ്റ് വേവിക്കുക. റെഡിയായ എഗ് സാൻഡ്വിച്ച് ഒരു പ്ലേറ്റിൽ വെച്ച് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ചെയ്യുക. See you with another video. Thanks for watching.